guys, welcome back to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദിൽകുഷ് എന്ന് പറയുന്ന ബേക്കറി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നത്. കാരണം ഈ ഇടയായിട്ടാണ് ഞാൻ ഇതിൻ്റെ പേര് ദിൽകുഷ് ആണ് എന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പോൾ എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും എന്നൊക്കെ ഈ വീഡിയോ കണ്ടറിയും. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യും? നമ്മൾ ആദ്യം തന്നെ 1.5 ടീസ്പൂൺ ഈസ്റ്റ്ക്ക് 1/2 ടീസ്പൂൺ ഷുഗറും 3 ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് നമ്മൾ പൊങ്ങാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 2.5 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ 2 ദിൽകുഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ 2.5 കപ്പ് എടുത്തു. പിന്നെ ആവശ്യത്തിന് സോൾട്ട്. അപ്പോൾ നമ്മൾ ഒന്ന് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാഫായിട്ട് എടുത്താൽ മതി. ഇനി ഒരു എഗ്ഗും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ മൈദേൻ്റെ ഇവിടെ ഒരു ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ പൊങ്ങാൻ വെച്ച ഈസ്റ്റ് ഇതാ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് 3.5 ടേബിൾ സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ബീറ്റ് ചെയ്ത് വെച്ച ആ എഗ്ഗും ചേർത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വെള്ളം ചേർക്കണം. ചെറു ചൂടുള്ള വെള്ളമാണ് ഞാൻ ചേർത്തത്. 1/2 കപ്പാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളം ഇതിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു സ്റ്റിക്കി പോലെ ഉണ്ടാകും. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി വെക്കണം. ഇനി നമുക്കതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഞാൻ 3 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരവിയത്, പിന്നെ കുറച്ച് കാഷ്യൂനട്ട്, 2 ടൈപ്പ് കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറി. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അഥവാ ചെറിയും കാഷ്യൂനട്ടൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് തേങ്ങയും പഞ്ചസാരയും മാത്രം ഇട്ടാലും മതി. കുറച്ച് ചെറി, ഉണക്കമുന്തിരിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് തേങ്ങ ചിരവി എടുത്ത് ഏകദേശം 1 തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മെഷറിംഗ് കപ്പ് ഇല്ലാത്തവർ അങ്ങനെ നോക്കി എടുക്കുക. ഇനി നമ്മളിതിലേക്ക് 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 ദിൽകുഷിലേക്കുള്ള ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹാഫായിട്ട് എടുക്കും. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കായ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പൊങ്ങാൻ വെച്ച അത് 1 മണിക്കൂറിന് ശേഷം നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ 2 ദിൽകുഷിലേക്കുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിതൊന്ന് കുഴച്ചിട്ട് ഞാനിപ്പോൾ 1 ദിൽകുഷിലേക്കുള്ളത് ആ ഒരു ഫില്ലിങ്ങിൽ നിന്ന് എടുത്തിരിക്കുകയാണ് ഒരു ബോള്. അത് ഇതുപോലെ 2 ഇതുപോലെ പരത്തിയെടുക്കണം. 2 വേണം. അപ്പോൾ ഞാൻ ഈ ഒരു പാനിലാണ് ഇത് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഫുള്ള് ഈ ഒരു പാനിൽ ഓയിൽ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ ഈ ഒരു ഇത് പരത്തി വെച്ച് നമ്മൾ ഇതിലേക്ക് ഇട്ടു. എന്നിട്ട് നമ്മൾ ആ ഫില്ലിങ് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അരികിലേക്കൊന്നും വേണ്ട, ജസ്റ്റ് സെൻറ്ററിൽ ഇങ്ങനെ ഇതാക്കുക. കാരണം അരികിൽ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ഇത് വെച്ച് കൊടുക്കുക. അത് അടിയത്തേനേക്കാളും കുറച്ച് വലുപ്പത്തിലാണ് മുകളിലത്തത് പരത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് കട്ടിക്ക് പരത്തുക, പറ്റ തിന്നാക്കരുത്. പിന്നെ ഇതുപോലെ ഇതിൻ്റെ അരിക്ക് ഫോൾഡ് ചെയ്ത്. ഞാനിത് ഓവനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്കിത് ഓവനിലല്ലാതെ കുക്കറിൽ വെച്ചിട്ടോ ഫ്രൈ പാനിൽ വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഓവനിൽ വെച്ചിട്ട് കൺവെൻഷണൽ ഓവനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എഗ്ഗും ഒരു 4 ടേബിൾ സ്പൂണ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട്, ഒരു എഗ്ഗും 4 ടേബിൾ സ്പൂണ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
നമുക്കിത് ഓവനിലേക്ക് വെക്കാം. ഞാൻ ആദ്യം തന്നെ 160 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഒരു 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ നമ്മൾ ഓവനിൽ ഒരു 170 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് എടുത്തിട്ട് നമ്മളിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫ്രൈ പാനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 30-40 മിനിറ്റ്സ് വരും. അപ്പോൾ നമ്മളുടെ ദിൽകുഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.